മുഖ്യമന്ത്രിയുടെ നൽകേണ്ട സംരക്ഷണം അഭിസംബോധനയിലേക്ക് ഇക്കാലത്ത് അതീവ പ്രധാനമാണ്. അതോടൊപ്പം പുതുതലമുറയ്ക്ക് ഇവിടെ പഠിക്കാനും തൊഴിലെടുക്കാനും സ്വന്തം കാലിൽ അഭിമാനത്തോടെ നിൽക്കാനുമുള്ള വഴിയൊരുക്കണം. ലഹരി എന്ന മഹാവിപത്തിനെ പടിയിറക്കണം. നാട്ടിൽ സമാധാനവും സുരക്ഷയും പുലരണം. പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടണം. ഇവ ഈ സർക്കാരിൻ്റെ മുൻഗണനാ പട്ടികയിലുള്ളതായി. ഇത് പ്രായോഗികമാക്കാനുള്ള നയസമീപനവും പരിപാടികളുമാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന പോലെ മറ്റൊന്നില്ല. അത് ഒരു ജനതയുടെ അഭിമാനവും ഉറപ്പും പ്രതീക്ഷയും ഭാവിയെ കരിപ്പിടിപ്പിക്കുന്ന ചാലക ശക്തിയുമാണ്. ഭരണഘടനാ മൂല്യങ്ങളായ മതേതരത്വം, തുല്യത, അഭിപ്രായ സ്വാതന്ത്ര്യം, പ്രവർത്തന സ്വാതന്ത്ര്യം, ന്യൂനപക്ഷങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുമുള്ളവർക്കുള്ള പ്രത്യേക പരിഗണന എന്നിവ ചോദ്യം ചെയ്യപ്പെടുന്ന അപകടകരമായ ഒരു പരിസരം രാജ്യത്ത് ശക്തി പ്രാപിക്കുന്ന കാലഘട്ടം കൂടിയാണിത്. ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയ രംഗത്ത് നിന്ന, നിരവധി തവണ ഭരണഘടനാ പദവിയിലിരുന്ന രാജ്യത്തെ തലമുതിർന്ന നേതാവ് പോലും ജാതി വെറിയുടെയും തൊട്ടുകൂടായ്മയുടെയും പേരിൽ അപമാനിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അതെന്ത് സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നത്? നമ്മുടെ രാജ്യം അവിടെ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് നടന്നതാണ്. ഇനിയും ആ ഇരുണ്ട കാലത്തേക്ക് തിരിച്ചു പോകരുത്. അത്തരം ശ്രമങ്ങൾ ഉണ്ടായാൽ അതിനെ നഖശിഖാന്തം എതിർക്കേണ്ടത് നമ്മുടെ കടമയും ഉത്തരവാദിത്വവുമാണ്. നമ്മുടെ ഭരണഘടനയും അത് ഉറപ്പു നൽകുന്ന അടിസ്ഥാന തത്വങ്ങളായ മതേതരത്വവും തുല്യതയും സ്വാതന്ത്ര്യവും സോഷ്യലിസവും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രത്യേക ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കരുതലോടെയും പ്രവർത്തിച്ചേ മതിയാവൂ. ഭരണഘടനാ തത്വങ്ങൾക്കും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ അണിനിരക്കേണ്ട സമയമാണിത്. മഹാത്മജിയും ബാബാ സാഹേബ് അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും അബ്ദുൽ കലാം ആസാദും ഒക്കെ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ച ആദർശങ്ങൾക്കും പ്രവർത്തന രീതികൾക്കും മുൻപന്നത്തെക്കാളും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഈ കാലഘട്ടത്തിൽ പ്രാധാന്യം കൈവന്നിരിക്കുന്നു. നാടെങ്ങും ചെറുപ്പക്കാർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അതിനുദാഹരണമാണ്. അവ കണ്ടില്ലെന്ന് നടിക്കുന്നത് അക്ഷന്തവ്യമായ തെറ്റുമാണ്. നമ്മുടെ യുവത രാഷ്ട്രീയ ബോധ്യങ്ങൾ ഇല്ലാത്തവരല്ല. അവരെല്ലാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. തിരുത്തൽ ശക്തിയാകാനും ഭാവിയിൽ തെളിമയോടെ രാജ്യത്തെ നയിക്കാനുമുള്ള കരുത്ത് അവർക്കുണ്ട്. സമീപകാല സംഭവങ്ങൾ അതാണ് തെളിയിക്കുന്നത്. നമ്മുടെ യുവതയാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, നന്മ പ്രദാനം ചെയ്യുന്നതും പ്രകൃതിക്കും മനുഷ്യനും ഇണങ്ങുന്നതുമായ വികസനമാണ് നമ്മുടെ സ്വപ്നം. അനാവശ്യമായി പരസ്പരം പോരടിച്ചും മനുഷ്യരെ ഭയപ്പെടുത്തിയും അപകീർത്തിപ്പെടുത്തിയും ലഹരിക്കടിമപ്പെട്ടും വികസന വിരുദ്ധത ആയുധമാക്കിയും ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. ആധുനികവും നീതിയുതവുമാകണം നമ്മുടെ കാഴ്ചപ്പാട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേകമായ പരിഗണന ലഭിക്കണം. പുതുയുഗ കേരളം എന്നത് വെറും വാക്കല്ല, അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരാശയമാണ്. അതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം, വിശ്രമമില്ലാതെ പ്രയത്നിക്കാം, പോരാടാം. ഇന്ത്യ എന്ന വികാരം കെടാവിളക്കായി മനസ്സിൽ സൂക്ഷിക്കാം. എല്ലാവർക്കും ഊഷ്മളമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ.